ദൈവവചനത്തിൽ നിന്ന് ഒരു വചനം മാത്രം നിങ്ങളുടെ മുൻപിൽ വെച്ച് വേഗം എൻ്റെ വാക്കുകളെ നിർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ കർത്താവ് എന്നോട് ഇടപെടുന്ന ഒരു ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എന്നെ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ് ദ ജീസസ് ഐ നെവർ ന്യൂ. ഇംഗ്ലീഷിലെ ഒരു പ്രസിദ്ധമായ പുസ്തകത്തിന്റെ ടൈറ്റിലാണ് ദ ജീസസ് ഐ നെവർ ന്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ അറിയാതെ പോയ ഒരു യേശു. ആ ക്യാമ്പിലും മറ്റ് സഭകളിലും ഒക്കെ ഞാൻ ശുശ്രൂഷിച്ചപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും ബോധ്യമാകുന്നത് നമ്മുടെ ആത്മീക സമൂഹത്തിൽ യേശുവിനെ കുറിച്ചും കർത്താവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് വളരെ വികലമാണ്. കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു ആശ്വാസം, ഒരു സന്തോഷം, അപ്പോൾ ഉണ്ടാകുന്ന മനസ്സിന്റെ ഒരു കുളിർമ മാത്രമേ, ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, ഉടനടിയിലുള്ള ഒരു വൈകാരിക സംതൃപ്തി മാത്രമേ പലരും കർത്താവിൽ നിന്ന് അന്വേഷിക്കുന്നുള്ളൂ. ആ യോഗം കഴിയുമ്പോൾ, ആ കൂട്ടായ്മ കഴിയുമ്പോൾ, അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ പഴയ പാടായി പഴയ രീതിയിലേക്ക് പോകുന്ന ഒരു കൾച്ചറാണ് ഇന്നത്തെ ആത്മീക സമൂഹത്തിൽ. എവിടോ കർത്താവിൻ്റെ അടുക്കൽ ചില പ്രതീക്ഷകളുമായി നാം വരുന്നു, ആ പ്രതീക്ഷകളെ നേടിയെടുത്തില്ലെങ്കിൽ നിരാശപ്പെട്ട് മടങ്ങിപ്പോകുന്നു. അങ്ങനെ ഒരു സംസ്കാരമാണ്, ആത്മീക സംസ്കാരമാണ് നമ്മുടെ നടുവിലുള്ളത്. പക്ഷേ തിരുവെടുത്ത് നമ്മൾ വേണ്ട നിലയിൽ മനസ്സിലാക്കുമ്പോൾ നമ്മൾ പലപ്പോഴും യേശുവിൽ അർപ്പിക്കുന്ന പ്രതീക്ഷകൾ യേശു വാഗ്ദാനം ചെയ്യുന്ന കാര്യങ്ങളല്ല, മറിച്ച് നമ്മൾ പലപ്പോഴും കർത്താവിൽ അർപ്പിക്കുന്ന പ്രതീക്ഷകൾ, എക്സ്പെക്ടേഷൻ കർത്താവിനെ മനസ്സിലാക്കാത്തത് കൊണ്ട് അർപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 66-ാം വാക്യം മാത്രം വായിച്ചാലും, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 66-ാം വാക്യം, അന്നു മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോട് കൂടെ സഞ്ചരിച്ചില്ല. അന്നു മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലർ എന്ത് ചെയ്തു? പിൻവാങ്ങിപ്പോയി. പിന്നെ അവനെ എന്ത് ചെയ്തില്ല? അനുഗമിച്ചില്ല. യേശുവിന്റെ ശുശ്രൂഷ കാലയളവിലെ ഒരു വെരി ഷോക്കിംഗ് ഇൻസിഡന്റാ ഇത്. 2 ദിവസത്തെ സംഭവങ്ങളാണ് യോഹന്നാൻ 6-ാം അധ്യായത്തിൽ. 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ബെത്സേദയിൽ, നിർജ്ജന സ്ഥലത്ത്, ഗലീല കടലിന്റെ അക്കരെ ജനത്തെ കൂട്ടിവരുത്തി അവരോട് ദൈവവചനം പറയുകയാണ്. വചനം പഠിക്കുന്നവർ പറയുന്നത്, ചെങ്കടൽ കടന്ന് മോശ മരുഭൂമിയിൽ കൂടി ജനത്തെ നടത്തിയതുപോലെ ഇതാ ഒരുവൻ ഇവരെ മരുഭൂമിക്ക്, നിർജ്ജന പ്രദേശമുള്ളയിടത്ത് ഗലീലയുടെ അങ്ങേക്കരയിൽ കൊണ്ടുവന്ന് പെസഹായുടെ ആ കാലഘട്ടത്തിൽ, ആ സമയത്തിൽ, ആ സീസണിൽ അവർക്ക് വചനം പറഞ്ഞു കൊടുക്കുക. മരുഭൂമിയിൽ ജനത്തിന് വിശന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് മന്ന പൊഴിച്ചതുപോലെ 5 അപ്പവും 2 മീനും കൊണ്ട് യേശു 5000 പേരെ എന്ത് ചെയ്തു? പോഷിപ്പിച്ചു. 6:14 ഈ ജനം ഇതെല്ലാം കണ്ടിട്ട് എന്താ പറയുന്നത്? അവൻ ചെയ്ത അടയാളം ആളുകൾ കണ്ടിട്ട് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു സത്യം എന്ന് പറഞ്ഞു. ലോകത്തിലേക്ക് വരുവാനുള്ള, ആര് പറഞ്ഞു ലോകത്തിലേക്ക് പ്രവാചകൻ വരാനും പോവാന്ന്? ആരാ പറഞ്ഞേ? ലോകത്തിലേക്ക് വരാനുള്ള പ്രവാചകൻ ഇവൻ തന്നെ. ലോകത്തിലേക്ക് ഒരു പ്രവാചകൻ വരുന്നുണ്ടെന്ന് ആര് പറഞ്ഞു? ആവർത്തന പുസ്തകം 18:15 എടുക്കണ്ട. മോശ പറഞ്ഞു, എന്നെ പോലുള്ള പ്രവാചകനെ ദൈവം നിങ്ങളുടെ നടുവിൽ എന്ത് ചെയ്യും? അപ്പൊ ഇവർ നോക്കിയപ്പോൾ ഒരു റെപ്പിറ്റിഷൻ ഓഫ് എക്സഡസ്, പുറപ്പാടിന്റെ ഒരു ആവർത്തിയായിട്ടാണ് അവരുടെ മുൻപിൽ കാര്യങ്ങൾ നടക്കുന്നത്. കടലിനക്കരെ വരുത്തുന്നു, അവർക്ക് വിശന്നപ്പോൾ ഒരു മിറക്കൽ ബ്രെഡ്, അത്ഭുത അപ്പം അവരെ പോഷിപ്പിക്കുന്നു, അവരെ പന്തിയായി ഇരുത്തി അവരെ തൃപ്തരാക്കി. ശേഷിച്ച 12 ഗോത്രങ്ങളെ മരുഭൂമിയിൽ തൃപ്തിയാക്കിയതിന്റെ പ്രതീകമായി 12 കൊട്ടകൾ ശേഷിച്ച് യോഗം നന്നായി സക്സസ് ആയി പിരിഞ്ഞു പോകുമ്പോൾ ആളുകൾ പറയാണ്, ദിസ് ഈസ് ദ ന്യൂ മോസസ്. മോശ പറഞ്ഞ പ്രവാചകൻ ഇവനാ. വേറെ ഒരിടത്തും പഴയ നിയമത്തിൽ ആരും പറഞ്ഞിട്ടില്ല പ്രവാചകൻ വരുന്നുണ്ട്. മോശയാ പറഞ്ഞത്, എന്നെപ്പോലൊരു പ്രവാചകനെ നിങ്ങളുടെ നടുവിൽ നിന്ന്. അപ്പൊ ആ പ്രവാചകൻ ആരാണ്? യേശുവാണ്. അടുത്ത വാക്യത്തിൽ പറയുന്നത്, അവരവനെ രാജാവാക്കാൻ അതറിഞ്ഞ് യേശു അവിടെ നിന്ന് എന്തു ചെയ്തു? അപ്പൊ അവർക്ക് മനസ്സിലായി, മോശ പറഞ്ഞ
ആ പ്രവാചകൻ വന്നു, ഇദ്ദേഹം ഞങ്ങളുടെ രാജാവായാൽ ഞങ്ങൾക്ക് വലിയ ഉഷാറാണ്, ഞങ്ങളുടെ ശത്രുക്കളുടെ സംഹാരം നടക്കും. അത് മാത്രമല്ല, അവർക്ക് റോമാക്കാർ നിയമിച്ച രാജാവുണ്ട്. ആരാ? ഹെരോദാവ്. ഇന്ന് വരെ ഹെരോദാവ് ഒരു നേരത്തെ ആഹാരം തന്നിട്ടില്ല. പക്ഷെ ഈ രാജാവിനെ കൂട്ടുപിടിച്ചാൽ 3 നേരം കുബൂസ് കിട്ടുമെന്ന് ഉറപ്പാ. അപ്പൊ ഇവനോട് കൂടെ അണിചേർന്നാൽ ഞങ്ങളുടെ കാര്യം, ആ പ്രതീക്ഷയാണ് ഡേ 1 മീറ്റിംഗ് കഴിയുമ്പോൾ. ഡേ 2 വരുമ്പോൾ 6:25 വരുമ്പോൾ അവർ യേശുവിനെ തിരഞ്ഞ് തപ്പിപ്പിടിച്ച് കണ്ടെത്തിയിട്ട് ചോദിക്കുന്നത്, ഗുരുവേ, നീ എവിടെ പോയി? ഞങ്ങൾ നിന്നെ അന്വേഷിക്കുമായിരുന്നു. ഞങ്ങൾ വളരെ പണം മുടക്കി ചെറിയ വള്ളങ്ങളിൽ കയറി അക്കരയിൽ നിന്ന് ഇക്കരെ വന്ന് വി ആർ സെർച്ചിങ് ഫോർ യു. യേശു എന്താ പറയുന്നത്? നിങ്ങളുടെ അന്വേഷണവും നിങ്ങളുടെ ആവേശം കൊണ്ട് ഞാൻ എക്സൈറ്റഡ് അല്ല. നിങ്ങൾ അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാ വന്നത്, നിങ്ങൾ അടയാളം കണ്ടില്ല. എന്ന് പറഞ്ഞാൽ വയറ് നിറഞ്ഞു, പക്ഷെ ഈ അപ്പം തന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം മനസ്സിലായില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മളും പലപ്പോഴും പറയുന്ന സാക്ഷ്യങ്ങൾ ഇതാ: വയറ് നിറഞ്ഞു, സാഹചര്യങ്ങൾ മാറി, ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നു, ജീവിതത്തിലെ പല ശൂന്യതകളെ കർത്താവ് നിറച്ചു. അതല്ല ക്ലൈമാക്സ്. അത് ക്ലൈമാക്സ് ആക്കുന്നത് നമ്മൾ യേശുവിൽ അർപ്പിക്കുന്ന പ്രതീക്ഷകൾ അസ്ഥാനത്തായതുകൊണ്ട്. നമ്മുടെ എക്സ്പെക്ടേഷൻസ് തെറ്റിപ്പോയി. എവിടോ നമ്മുടെ വയറ് നിറയ്ക്കുന്ന, നമ്മുടെ ഭൗതിക പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുന്ന ഒരു താൽക്കാലിക നടത്തിപ്പുകാരനെയാണ് നാം യേശുവിൽ കാണുന്നത്. നമ്മുടേതായ ജീവിതത്തിന്റെ ശൂന്യതകളെ, ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് കർത്താവേ ഞാൻ എന്ത് ചെയ്യണമെന്നല്ലല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവേ നിന്റെ ഇഷ്ടം ഇന്നത്തെ ദിവസം എന്നെക്കുറിച്ച് എന്താണെന്നല്ലല്ലോ നമ്മുടെ പ്രാർത്ഥനയുടെ വാചകം. കർത്താവേ ഞാൻ ഇന്നടത്തൊക്കെ പോകും, നീ എൻ്റെ കൂടെ. 5 സ്റ്റാർ ഹോട്ടലിലെ ബെൽബോയ് പോലെ നമ്മുടെ വാതിക്കൽ വന്ന് മുട്ടുന്ന ഒരു യേശു. എന്താ നിനക്ക് എന്തു വേണം ഇന്ന്? വാട്ട് സർവീസ് ഷുഡ് ഐ ഡു ടു യു? യേശു എന്നെ സെർവ് ചെയ്യാൻ നിൽക്കുന്ന ആളാണ്. അങ്ങനത്തെ ഒരു യേശുവിനെയാണ് ഇന്നത്തെ പ്രസംഗ പീഠങ്ങളിൽ നിന്ന് ഇന്നത്തെ ശുശ്രൂഷകന്മാർ ജനത്തിലേക്ക് കുത്തിവെച്ച ഒരു വ്യാജ യേശുവിന്റെ സങ്കല്പമാണ്. ഇവിടെ നോക്കിയേ, വലിയ ആവേശം, വലിയ പ്രതീക്ഷ. ഗുരു നീ എവിടായിരുന്നു? ഗുരുവിന് പറയാനുള്ളത്, നിങ്ങളുടെ പ്രതീക്ഷ തെറ്റിപ്പോയി. വയറ് നിറയ്ക്കാനല്ല ഞാൻ വന്നത്, ഈ അടയാളം ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചൂണ്ടുപലകയാ. ഇത് എന്റെ വ്യക്തിത്വത്തിലേക്ക് വിരൽ ചൂണ്ടുകയാ. ഞാൻ അപ്പം തരുന്നവൻ മാത്രമല്ല, ഞാനാണ് ജീവന്റെ അപ്പം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, മിസ്രൈമിൽ നിന്നിറങ്ങിയവർ അപ്പം കഴിച്ച് തൃപ്തി അടങ്ങി വാഗ്ദത്ത നാട്ടിൽ കൊട്ടിപ്പാടി എത്തുമെന്നോർത്തു. 40 വർഷം ഒരു വട്ടം കറങ്ങിയത് എന്തിനാണെന്നറിയാമോ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ആ അപ്പം തിന്ന് അവരെ പോറ്റാനല്ല ദൈവം അവരെ ഇറക്കി തിരിച്ചത്. ഉയരത്തിൽ നിന്ന് പൊഴിഞ്ഞു വീഴുന്ന ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന തോറ, ഓരോ വചനങ്ങൾ കൊണ്ടും തോര ആകുന്ന അപ്പം ഭക്ഷിച്ച് ജീവിക്കാൻ വിളിക്കപ്പെട്ടവർ ഭൗതിക ആഹാരത്തിൽ മതിമറന്നുപോയി. ഇവിടെയും അതാ നടക്കുന്നത്. അപ്പം തന്നത് എന്തിനാ? തിന്ന് വയറ് നിറഞ്ഞ് വീട്ടിൽ പോകാനല്ല. വചനം ജഡമായി തീർന്ന, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ജഡമായി തീർന്ന വചനത്തെ ഭക്ഷിച്ച് ജീവന്റെ വചനത്തെ ഉള്ളിലാക്കുവാൻ വിളിക്കപ്പെട്ടവർ കുബൂസ് കഴിച്ച് ഗ്ലോറി പാടി വീട്ടിൽ പോയി. യേശു പറയുന്നത്, നശിച്ചു പോകുന്ന ആഹാരത്തിനല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ഒരപ്പമുണ്ട്. അത് മനുഷ്യപുത്രനെ തരാൻ കഴിയത്തുള്ളൂ. പിതാവിന്റെ മുദ്ര അവന്റെ മേലുണ്ട്. ദൈവത്തിന്റെ മുദ്രയുള്ള ജീവന്റെ അപ്പമായ യേശു തന്നെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഇതെവിടാ നടക്കുന്നത്? എന്റെ വാക്കുകളെ അതിന്റെ ഉപസംഹാരത്തിലേക്ക് ഞാൻ കൊണ്ടുവരുമ്പോൾ 6:59 കപ്പർന്നഹോമിലെ പള്ളിയിൽ നിന്നാണ് ഇത് പറയുന്നത്. 1-ാം ദിവസം നിർജ്ജന സ്ഥലത്ത് പ്രസംഗിച്ച യേശു, 1-ാം ദിവസം നിർജ്ജന സ്ഥലത്ത് അപ്പം കൊടുത്ത യേശു, 2-ാം ദിവസം ഇപ്പൊ എവിടാ? പള്ളിയിലാ. യഹൂദന്റെ വലിയ പള്ളിയിൽ നിന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ വന്ന പ്രതീക്ഷ തെറ്റിപ്പോയി. ഞാനൊരു ഭൗതിക അപ്പദായകനോ
വിടുതൽ നൽകുന്ന ഒരു സേനാനായകനോ അല്ല, ഞാൻ ജീവന്റെ അപ്പമാ. എന്നെ തിന്നുന്നവൻ എൻ മൂലം. അതിൻ്റെ ഇടയ്ക്ക് അവര് പറയുന്നുണ്ട്, ഓ ഞങ്ങൾ വിശ്വസിക്കാം, പക്ഷെ മോശ സ്വർഗത്തിൽ നിന്ന് അപ്പം ഇറക്കിയതുപോലെ നീ എന്ത് ചെയ്യണം. അവരുടെ മനസ്സിൽ മൊത്തം ഇരിക്കുന്നത് ആ എക്സഡസ് നെറേറ്റീവാ. അവരുടെ മനസ്സിൽ മൊത്തം ഇരിക്കുന്നത് പുറപ്പാട് പുസ്തകത്തിൽ അപ്പം പൊഴിച്ചതുപോലെ യേശു അപ്പം പൊഴിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യാം. ഒന്നാം ദിവസം വിശ്വസിച്ചു, രണ്ടാം ദിവസം ദൂത് കട്ടിയായപ്പോ അവര് പറയുന്നത് ഓക്കെ ദൂത് ഏറ്റെടുക്കാം, പക്ഷെ മോശ അപ്പം ഇറക്കിയതുപോലെ. യേശു പറയുന്നത് മോശ തന്ന അപ്പം തിന്ന എല്ലാവരും എന്ത് ചെയ്തു, മരുഭൂമിയിൽ പട്ടുപോയി. പക്ഷെ ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്ന അപ്പമാകുന്ന എന്നെ ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. ഇത് കേട്ടപ്പോഴാണ് 60-ാം വാക്യത്തിൽ പറയുന്നത്, ഇത് കഠിന വാക്കാണ്, ആർക്കിത് കേട്ടു നിൽക്കാൻ കഴിയും. ഈ ദൂത് കേട്ടപ്പോഴത്തേക്ക് പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായപ്പോഴത്തേക്ക് അവര് പറയുകയാണ്, ഇങ്ങനെ പോയാൽ പറ്റത്തില്ല. ദൂത് ഇങ്ങനൊക്കെ ആണെങ്കിൽ അപ്പമൊക്കെ കിട്ടി, പക്ഷെ ഇത്ര കട്ടിക്ക് ദൂത് പറഞ്ഞാൽ ഞങ്ങളുടെ പാട്ടിന്. യേശു കട്ടി കുറച്ചില്ല. 66-ാം വാക്യത്തിൽ വന്നപ്പോൾ ഫൈനൽ. എന്താ ഫൈനൽ? അന്നു മുതൽ അവന്റെ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? മത്തിറ്റസ്, ഗുരുവിന്റെ പാദപിടയിരുന്ന് ഗുരുവിൽ നിന്ന് പഠിച്ച് ഗുരുവിനെ അനുഗമിക്കുവാൻ സമർപ്പിച്ച ശിഷ്യഗണത്തിൽപ്പെട്ടവരെല്ലാരും പറയുകയാണ്, നോ മോർ ഫോളോയിങ് ജീസസ്. ഇനി യേശുവിന്റെ പുറകെ ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല, ഞങ്ങളുടെ വഴിക്ക് പോവും. അന്ന് മുതൽ അവരാരും അവനെ എന്ത് ചെയ്തില്ല. ഇതിനെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇറ്റ്സ് എ റിവേഴ്സ് എക്സഡസ് എന്ന് പറഞ്ഞാൽ, പുറപ്പാട് പുസ്തകത്തിൽ അടിമത്തത്തിൽ നിന്ന് വാഗ്ദത്ത നാട്ടിലേക്ക് ആര് നയിക്കുക? മോശ നയിക്കുക. ഇവിടെ എന്താ നടക്കുന്നത്? ജീവന്റെ അപ്പമായി തന്നെ അർപ്പിച്ചു കൊടുക്കുന്ന യേശുവിന്റെ നിത്യജീവന്റെ വാഗ്ദത്തത്തെ തിരസ്കരിച്ച് ഇവർ തിരിച്ചെങ്ങോട്ട് പോകുക? അടിമത്തത്തിലേക്ക് പോകുക. എക്സഡസിൽ അടിമത്തത്തിൽ നിന്ന് വാഗ്ദത്തത്തിലേക്ക് ഒരു കൂട്ടർ ഇറങ്ങി തിരിച്ചെങ്കിൽ 6:66 മറന്നു പോകണ്ട, പെട്ടെന്ന് ഓർത്തിരിക്കും. എന്താ? മൃഗത്തിന്റെ സംഖ്യ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണല്ലോ. 666. 6:66 എന്താ നടക്കുന്നത്? വാഗ്ദത്തം, നിത്യജീവൻ എന്ന വാഗ്ദത്തത്തെ പുറങ്കാലുകൊണ്ട് ചവിട്ടിക്കളഞ്ഞ് ഒരു കൂട്ടർ എന്ത് ചെയ്യുക? അതിനോടുള്ള യേശുവിന്റെ പ്രതികരണം കൂടെ കാണിച്ച് എന്റെ വാക്കുകളെ ഞാൻ നിർത്താം. നോക്കിയേ, അവര് പ്രതീക്ഷിച്ചത് ഒരു വിമോചകനെയാ, മോശയെ പോലെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുന്നവനെയാ. ആ പ്രതീക്ഷ പൊട്ടിപ്പോയി. രണ്ടാമത് അവർ പ്രതീക്ഷിച്ചത് അവരുടെ വിശപ്പ് തീർക്കുന്ന ഒരു അന്നദാതാവിനെയാ. ആ പ്രതീക്ഷ എന്ത് ചെയ്തു? തകർന്നുപോയി. ഇപ്പോൾ ബഹുഭൂരിപക്ഷം എന്ത് ചെയ്തു? ഒന്നാം ദിവസം യോഗത്തിൽ 5000 പുരുഷന്മാരുണ്ടായിരുന്നു. പിന്നെ സ്ത്രീകളും മക്കളും എല്ലാം കൂട്ടി ഒരു 10,000-15,000 പേരെങ്കിലും. രണ്ടാം ദിവസത്തെ യോഗമായപ്പോൾ 6:67 യേശു എന്താ പറയുന്നത്? ആകയാൽ യേശു എത്ര പേരോടാ? 120. സഭയിൽ ഒന്നാം ദിവസം എത്ര പേരുണ്ട്? 15,000. രണ്ടാം ദിവസം സഭയിലെ ഹെഡ് കൗണ്ട് എത്രയായി? 120. ഓൺലി 12. യേശുവിന്റെ സഭയിൽ നിന്ന് ആൾ എന്ത് ചെയ്തു? 15,000 പുരുഷാരം ചുരുങ്ങി ദൂതന്റെ കട്ടി കൂടിയപ്പോൾ അവസാനം വിരളെണ്ണം. ഓൺലി 12 പീപ്പിൾ. എങ്ങനുണ്ട്? നിങ്ങളുടെ കാര്യമൊന്നും എനിക്കറിയത്തില്ല, വേറെ ഒരു ഉപദേശിമാരുടെയും കാര്യം എനിക്കറിയത്തില്ല. എൻ്റെ കാര്യം ഞാൻ പറയാം. ഞാനായിരുന്നെങ്കിൽ പറഞ്ഞേനെ, ദയവ് ചെയ്ത് നിങ്ങളെങ്കിലും എൻ്റെ കൂടെ. മറ്റവന്മാരെല്ലാം ചതിയന്മാരായിരുന്നു. നിങ്ങൾ എൻ്റെ കാല് വാരാതെ എൻ്റെ കൂടെ നിന്നാൽ നമുക്ക് നിൽക്കാം, നമുക്ക് വീണ്ടും ഒന്ന് പച്ച പിടിക്കാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞ് അവരെ ഒന്ന് ബലപ്പെടുത്തിയേനെ. യേശു ബലപ്പെടുത്തുന്നില്ല. നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ? ഈ യേശുവിനെ കണ്ടിട്ടുണ്ടോ? കണ്ണുനീർ തുടയ്ക്കുന്ന യേശുവിനെ എല്ലാവർക്കും അറിയാം. കടം മാറ്റുന്ന യേശുവിനെ അറിയാം. ഭൗതിക ജീവിതത്തിലെ സെറ്റപ്പാക്കി നമ്മളെ ലോകത്തിൽ മാനിക്കുന്ന, നിന്ദിക്കുന്നവരുടെ നടുവിൽ മാനിക്കുന്ന ഒരു യേശുണ്ട് എന്ന് പാടാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. നിനക്കും വേണേൽ ഈ വഴി പോകാം, ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് കൂടെ നിന്നാ മതി, അല്ലെങ്കിൽ വണ്ടി വിട്ടോ എന്ന് പറയുന്ന ഒരു യേശുവിനെ അറിയാമോ? ഇന്നത്തെ
എത്ര ഉപദേശിമാർക്ക് തൻ്റെ ഇടമുണ്ട്. ആള് കുറയുമ്പോൾ we will not compromise the message, we will stand for the truth എന്ന് പറയാൻ കഴിയുന്ന ആരുണ്ട്? NLAGയുടെ ആ നിലപാട് എന്നും അങ്ങനെ ആയിരിക്കട്ടെ. ആള് കൂടിയാലും കുറഞ്ഞാലും നമ്മളെ ഏൽപ്പിച്ച വചനത്തിന് കോംപ്രമൈസ് ഇല്ല. ലോകത്തിന്റെ ഏത് പ്രദേശത്ത് പോയാലും ദൈവവചനത്തിന് വെള്ളം ചേർക്കുന്നവരല്ല ഇവിടുത്തെ ശുശ്രൂഷകർ. എവിടെ നിർത്തിയാലും പത്യവചനം ഉള്ളതുപോലെ പറയുവാൻ കൃപ പ്രാപിച്ച ദൈവദാസന്മാരായി ദൈവമക്കളായി നമ്മൾ കാണപ്പെടട്ടെ. യേശു പറയുന്നത് ഇതിലൊന്നും ഞാൻ ഇംപ്രസ്ഡ് അല്ല. അതിന് മറുപടിയായി എടുത്തുചാട്ടക്കാരനായ പത്രോസ് പറഞ്ഞു വാക്കുകളൊക്കെ പഠിച്ചാൽ വളരെ ആഴമാണ്. എൻ്റെ അമ്മായിമ്മയുടെ പനി മാറ്റിയത് കൊണ്ടോ എൻ്റെ പടക് മൊത്തം നിറച്ചത് കൊണ്ടോ അല്ല, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്. നിന്നെ വിട്ടിട്ട് അടിയങ്ങൾ പോകും. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് വെളിപ്പാട് കിട്ടി. ഈ വെളിപ്പാട് വിട്ടേച്ച് ഞങ്ങൾ ഒരിടത്തേക്കും പോകത്തില്ല. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെടുത്തിയത് അതിലും യേശു ഇംപ്രസ്ഡ് അല്ല. ഞാൻ അതൊന്ന് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് പത്രോസ് പറഞ്ഞതിനപ്പുറം കവച്ചു വെച്ച് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് വലിയൊരു വിശ്വാസ പ്രഖ്യാപനമാണ് ആര് നടത്തിയത്. യേശു ആരാണ്? യേശുവിൽ നിന്ന് ഞങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? നിത്യജീവന്റെ മൊഴി, ജീവന്റെ വചനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. എല്ലാം കറക്റ്റ് കൺഫെഷൻ, ഔന്നിത്യമായ ഒരു ഏറ്റുപറച്ചിലാണ് ആര് നടത്തുന്നത്. പക്ഷെ യേശു എന്താ പറയുന്നത്? 70-ാം വാക്യത്തിൽ ഞാൻ 12 പേരെ തെരഞ്ഞെടുത്തു, നിങ്ങളിൽ ഒരുത്തൻ പിശാച്. നോക്കി, എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുമ്പോൾ ഈ പ്രസംഗത്തിലോ നമ്മുടെ ഭക്തിയിലോ ഉപവാസത്തിലോ നമ്മുടെ ആത്മീയതയുടെ പുറം ചട്ടയിലോ യേശു ഇംപ്രസ്ഡ് അല്ല. എവിടോ നമ്മൾ ഒത്തിരി ഫെമിലിയറായി യേശു നമ്മുടെ അടുത്ത ആളാ. പണ്ടൊരാൾ പറഞ്ഞ പോലെ പെന്തക്കോസ്തുകാരുടെ വിചാരം യേശു അവരുടെ എന്ന് പറയുന്നത് പോലെ we have become too familiar with Jesus. യേശുവിനെ കണ്ടിട്ടുണ്ടോ? പുരുഷാരത്തിൽ ഇംപ്രസ്ഡ് ആകാത്ത യേശു, ആളുകളുടെ ആവേശത്തിൽ ഇംപ്രസ്ഡ് ആകാത്ത യേശു, ആള് ചിതറിപ്പോയാലും ആളെ പിടിച്ചു നിർത്താൻ ഒരു ട്രിക്കും ടെക്നിക്കും ഇല്ലാത്ത യേശു, പച്ചയായ സത്യങ്ങൾ പച്ചയായി മുഖത്ത് നോക്കി പറയുവാൻ മടിക്കാത്തൊരു യേശു, ശരിയായ ഒരു ഏറ്റുപറച്ചിൽ നടത്തിയ പത്രോസിനെ പോലും നോക്കിയിട്ട് പറയുകയാണ്, നിന്റെ ഏറ്റുപറച്ചിലല്ല, ഇവിടെ നിൽക്കുന്ന 12 പേരുടെ ഹൃദയം എനിക്കറിയാം, ഒരുവന്റെ ഹൃദയം ഇവിടെ ഇല്ലെന്ന് എനിക്കറിയാം എന്ന് യേശു പറയുമ്പോൾ, എന്നും സഭയുടെ നടുവിൽ ഉലാവുന്ന അഗ്നിജ്വാലക്കത്തുള്ള കണ്ണുള്ള യേശു നമ്മളെ നോക്കുമ്പോൾ നമ്മുടെ ഹൃദയ നിലവാരമാണ് യേശുവിന് വേണ്ടത്. നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലോ നമ്മുടെ പാട്ടോ പ്രസംഗമോ നമ്മൾ മനുഷ്യരുടെ മുന്നിൽ കാണിക്കുന്ന ആത്മീയതയുടെ പരിവേഷങ്ങളോ അല്ല. ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ കർത്താവിന്റെ വചനത്തിന്, നിത്യജീവന് നമ്മൾ എത്രമാത്രം പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ യേശുവിൽ നാം അർപ്പിച്ച പ്രതീക്ഷ കണ്ണിൽ കാണുന്ന ലോകത്തിലെ എന്തെങ്കിലും വെട്ടിപ്പിടിക്കാനാണെങ്കിൽ നമ്മൾ നിരാശപ്പെട്ടു പോകും. അല്ലല്ല, എൻ്റെ ഹൃദയം മൊത്തമായി ജീവന്റെ വചനമാകുന്ന, ജീവന്റെ അപ്പമാകുന്ന യേശുവിന്റെ മൊഴികൾക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ്. ഇനി യേശുവിനോടൊപ്പം ഉള്ള യാത്രയാണ് എൻ്റെ ജീവിതത്തിന്റെ ഭാഗ്യം. വേറെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറയുവാൻ ഉള്ളുകൊണ്ട് ആർക്ക് കഴിയും? അവരാണ് യേശുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞവർ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.